Hello guys, welcome back to our YouTube channel, Hello English. In this video, we will be discussing the poem titled Lochinvar written by Walter Scott. Walter Scott എഴുതിയിട്ടുള്ള Lochinvar എന്ന പോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Gems of Imagination ടെക്സ്റ്റിലെ രണ്ടാമത്തെ പോമാണ് Lochinvar എന്ന് പറയുന്നത്. And author is Walter Scott. ഇനി about the author, Sir Walter Scott ഒരു നോവലിസ്റ്റ് ആണ്, പോയിറ്റും പ്ലേറൈറ്റും ഒക്കെയാണ്. സ്കോട്ട്ലൻഡിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വേവർലി നോവൽസ് എന്ന് പറയുന്നത്. ഒരുപാട് ഹിസ്റ്ററിക്കൽ നോവൽസ് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലൊക്കെ നമുക്ക് ട്രഡീഷനും അതുപോലെ സ്കോട്ടിഷ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കോട്ടിഷ് ആൻഡ് ഇംഗ്ലീഷ് കൾച്ചേഴ്സിന്റെ ഒരു ക്ലാഷും ഒരു വോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിലേക്ക് വരുമ്പോൾ ടൈറ്റിൽ ലോക്കിൻവർ എന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആംഗ്ലോ സ്കോട്ടിഷ് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഓരോ ടേണിലും ഡ്രാമ ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇൻസ്പയർഡ് ബൈ ബാലഡിക് സ്റ്റോറീസ്, ബാലഡ്സ് ആണ്, അല്ലെങ്കിൽ ബാലഡ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ലോക്കിൻവർ എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിന്റെ പേരാണ്. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹീറോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലോക്കിൻവർ ആണ്. ലോക്കിൻവർ ഒരു ബ്രേവ് മാൻ ആണ്. അദ്ദേഹം ഭയങ്കര കറേജിയസ് ആണ്, വളരെ ധൈര്യമുള്ള, എന്തിനേയും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു നൈറ്റ് ആണ്. KNIGHT, നൈറ്റ് ആണ്, ഒരു സോൾജിയർ ആണ് അദ്ദേഹം. ആൻഡ് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലോക്കിൻവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലവ് എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറെ ക്യാരക്ടേഴ്സും അവരുടെ പ്രത്യേകതകളും ഇനി ചില സ്ഥലങ്ങളും ഒക്കെ പറയുന്നുണ്ട്. Anyway, let's move into the poem. O young Lochinvar is come out of the west. Through all the wide borders his steed was the best, and save his good broadsword he weapons had none. He rode all unarmed, and he rode all alone, so faithful in love and so dauntless in war. There never was knight like young Lochinvar. The first stanza introduces the protagonist, so the knight Lochinvar. ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ ലോക്കിൻവർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് പോയിട്ട് പറയാണ്, യങ് ലോക്കിൻവർ ഇസ് കം ഔട്ട് ഓഫ് ദ വെസ്റ്റ്. യങ് ലോക്കിൻവർ വരെയാണ്. എവിടെന്നാണ് വരുന്നത്? ഫ്രം ദ വെസ്റ്റ്, വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. ത്രൂ ഓൾ ദ വൈഡ് ബോർഡർ ഹിസ് സ്റ്റീഡ് വാസ് ദ ബെസ്റ്റ്. ഇനി ഇവിടെയുള്ള എല്ലാ ബോർഡറിലും വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റീഡാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. സ്റ്റീഡ് എന്ന് പറയുന്നത് ഹോഴ്സ് ആണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ റൈഡിംഗ് ഉപയോഗിക്കുന്ന ആ ഒരു ഹോഴ്സ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് സേവ് ഹിസ് ഗുഡ് ബ്രോഡ് സ്വോർഡ് ഹി വെപ്പൺസ് ഹാഡ് നൺ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്വോർഡ് ഒഴികെ ബാക്കി വേറെ ഒരു വെപ്പണും ഉണ്ടായിരുന്നില്ല. ഹി വെപ്പൺസ് ഹാഡ് നൺ, ഹി ഹാഡ് നോ വെപ്പൺസ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ ഒരു വെപ്പൺസും ഉണ്ടായിരുന്നില്ല, ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുതിരപ്പുറത്ത് കയറി ഇരുന്നുകൊണ്ട് വെസ്റ്റിൽ നിന്ന് ലോക്കിൻവാർ വരെയാണ്. ഹി റോഡ് ഓൾ അൺആംഡ് ആൻഡ് ഹി റോഡ് ഓൾ എലോൺ. അദ്ദേഹം തനിച്ചാണ് വരുന്നത്. അതുപോലെ ഒരു ആയുധവും കയ്യിലില്ലാതെയാണ് അദ്ദേഹം ഇത്രയും ദൂരം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിനെ പറ്റി പറയുന്ന കുറച്ച് ലൈൻസ് ആണ്. സോ ഫെയ്ത്ത്ഫുൾ ഇൻ ലവ് ആൻഡ് സോ ഡോണ്ട്ലെസ് ഇൻ വാർ. സോ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഫെയ്ത്ത്ഫുൾ ആണ് ലവില് അദ്ദേഹം, അല്ലെങ്കിൽ സ്നേഹത്തിലെ പ്രണയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് സോ ഡോണ്ട്ലെസ് ഇൻ വാർ. ഡോണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആൻഡ് ഡിറ്റർമൈൻഡ് ആണ്, പേടിയില്ലാത്ത ഭയങ്കര ധൈര്യശാലി ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ പ്രണയത്തിൽ വളരെ വലിയ വിശ്വസ്തനും യുദ്ധത്തിൽ ഭയമില്ലാത്തവനുമാണ് ലോക്കിൻവാർ. ദെയർ നെവർ വാസ് നൈറ്റ് ലൈക്ക് ദ യങ് ലോക്കിൻവാർ. അപ്പൊ ഈ ഒരു ലോക്കിൻവാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ലോക്കിൻവാറിന്റെ പ്രത്യേകതകളുള്ള വേറൊരു നൈറ്റും വേറൊരു സോൾജിയറും ഇല്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ ലോക്കിൻവാറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ലോക്കിൻവാർ വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. എല്ലാ ബോർഡേഴ്സിലും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റേതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഡ് എന്ന് പറഞ്ഞ ഹോഴ്സ് ആണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ബ്രോഡ് സോർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വെപ്പൺസും ഇല്ല. അൺആംഡ് ആയിട്ട് ഇത്രയും ദൂരം അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലവിൽ അദ്ദേഹം വിശ്വസ്തനാണ്. ആൻഡ് യുദ്ധത്തിൽ അദ്ദേഹം ധൈര്യശാലിയാണ്, പേടിയില്ലാത്തവനാണ്. ഇനി വേറൊരു നൈറ്റിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതുപോലെയുള്ള. ഓക്കെ, ലോക്കിൻവാറിനെ പോലെ ഇത്രയും പ്രത്യേകതകളുള്ള വേറെയൊരു നൈറ്റും അല്ലെങ്കിൽ വേറൊരു സോൾജിയറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. He stayed not for break
And he stopped not for stone. He swam the Esk river, where ford there was none. But ere he alighted at the Netherby gate, the bride had consented. The gallant came late, for a laggard in love and a dastard in war was to wed the fair Ellen of brave Lochinvar. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് വരാണ്. അടുത്ത സ്റ്റാൻസയിലും ഇദ്ദേഹത്തിന്റെ യാത്രയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ഹി സ്റ്റേഡ് നോട്ട് ഫോർ ബ്രേക്ക്. അദ്ദേഹം ഒരു ബ്രേക്കിന് വേണ്ടി സ്റ്റേ ചെയ്തില്ല, അതായത് ഇദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി സ്റ്റോപ്ഡ് നോട്ട് ഫോർ സ്റ്റോൺ. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു കല്ലുകൾ പോലും അല്ലെങ്കിൽ ഒരു സ്റ്റോൺ പോലും ഇദ്ദേഹത്തിന്റെ യാത്രയെ തടഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഹി സ്വാം ദ എസ്ക് റിവർ വെയർ ഫോർഡ് ദെയർ വാസ് നൺ. അപ്പൊ എസ്ക് റിവർ ഇദ്ദേഹം നീന്തി കടന്നുകൊണ്ടാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ബട്ട് എയർ ഹി എലൈറ്റഡ് അറ്റ് ദ നെതർബൈ ഗേറ്റ്. എയർ എന്ന് പറയുമ്പോൾ ബിഫോർ ആണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു നെതർബൈ ഗേറ്റിലേക്ക്, അതായത് ഈ ഒരു വെഡിങ് നടക്കുന്ന നെതർബൈ ഹോളാണ്. അപ്പൊ ഈ ഒരു ഹോളിലേക്ക് നമ്മുടെ ലോക്കിൻവർ വരെയാണ്. ആ ഒരു ഗേറ്റ് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ദ ബ്രൈഡ് ഹാഡ് കൺസെന്റഡ്. ആ ഒരു ബ്രൈഡ് സമ്മതം മൂളിയിരുന്നു. ആർക്കാണ് സമ്മതം മൂളിയിട്ടുള്ളത്? ഫോർ എ ലഗാർഡ് ഇൻ ലവ് ആൻഡ് എ ഡസ്റ്റാർഡ് ഇൻ വാർ. അപ്പൊ ഒരു ബ്രൈഡ് ഗ്രൂമിനെ പറ്റിയാണ് പറയുന്നത്. സമ്മതം മൂളിയിട്ടുണ്ട്. ആർക്കാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ലഗാർഡ് ഇൻ ലവ്. ലഗാർഡ് എന്ന് പറഞ്ഞ ലാഗ് ആയിട്ടുള്ള, ലേസി ആയിട്ടുള്ള ഒരാളാണ്. ഡസ്റ്റാർഡ് എന്ന് പറഞ്ഞ കവേർഡാണ്, ഭീരുവായിട്ടുള്ള, വളരെ മടിയനായിട്ടുള്ള, കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലാത്ത, അല്ലെങ്കിൽ വളരെ ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു ബ്രൈഡ് കൺസെന്റ് കൊടുത്തിരിക്കുന്നു, സമ്മതം മൂളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോ നെതർബൈ ഗേറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ബ്രൈഡ് കൺസെന്റ് കൊടുത്തു കഴിഞ്ഞു. അതാണ് നമ്മളുടെ സിറ്റുവേഷൻ. ഇനി ആരാണ് നമ്മളുടെ ബ്രൈഡ്? ഫെയർ എലൻ ഓഫ് ബ്രേവ് ലോക്കിൻവാർ. ധൈര്യശാലിയായ ലോക്കിൻവാറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലൻ. ആ ഒരു എലനാണ് ഇവിടെ ബ്രൈഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലോക്കിൻവാറിന്റെ ലവർ ആയിട്ടുള്ള എലന്റെ വെഡിങ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ലോക്കിൻവാർ വന്നിട്ടുള്ളത്. അപ്പൊ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഗേറ്റിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ബ്രൈഡ് കൺസെന്റ് കൊടുത്തിരിക്കുന്നു. ഈ ബ്രൈഡ് ഗ്രൂമിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം ലഗാർഡ് ഇൻ ലവ് ആണ്, ലേസി ഇൻ ലവ് ആൻഡ് ഡസ്റ്റാർഡ് ഇൻ വാർ. അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ ലോക്കിൻവാറിനെ എങ്ങനെയാ പറഞ്ഞത്? സോ ഫെയ്ത്ത്ഫുൾ ഇൻ ലവ് ആൻഡ് ഡോണ്ട്ലെസ് ഇൻ വാർ. പ്രണയത്തിൽ വിശ്വസ്തനും യുദ്ധത്തില് ധൈര്യമുള്ളവനുമാണ്, അല്ലെങ്കിൽ പേടിയില്ലാത്തവനുമാണ് ലോക്കിൻവാർ. പക്ഷെ നമ്മുടെ ബ്രൈഡ് ഗ്രൂം, അതായത് കല്യാണ ചെറുക്കൻ എങ്ങനെയാണ്? ലഗാർഡ് ഇൻ ലവ്, പ്രണയത്തിൽ വളരെ മടിയുള്ളവനും അതുപോലെ യുദ്ധത്തിൽ പേടിയുള്ളവനുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ. So boldly he entered the Netherby hall among the bride's men and kinsmen and brothers and all. Then spoke the bride's father, his hand on his sword. O come ye in peace here, or come ye in war, or to dance at our bridal young Lord Lochinvar. So Netherby ഹോളിലേക്ക് ലോക്കിൻവാർ കടന്നു വരികയാണ്. സോ ബോൾഡ്ലി ഹി entered the Netherby hall. വളരെ ധൈര്യത്തോടു കൂടി നെതർബൈ ഹോളിന്റെ ഉള്ളിലേക്ക് ലോക്കിൻവാർ കടന്നു വരികയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ബ്രൈഡിന്റെ ആളുകളാണ്. ബ്രൈഡിന്റെ ബ്രദേഴ്സും കസിൻസും റിലേറ്റീവ്സും ഒക്കെയുള്ള ഒരു ഹോളിലേക്കാണ് ലോക്കിൻവാർ കടന്നു വരുന്നത്. അതിനുശേഷം ലോക്കിൻവാർ ബ്രൈഡിന്റെ അച്ഛനോട് സംസാരിക്കുകയാണ്. ഇനി സംസാരിക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്രൈഡിന്റെ ഫാദർ ചോദിക്കുകയാണ്, ഓ കം എ ഇൻ പീസ് ഹിയർ ഓർ കം എ ഇൻ വാർ. അപ്പൊ ചോദിക്കുകയാണ്, നീ ഇവിടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്താ ഈ ഒരു വെഡിങ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ വന്നിട്ടുള്ളത്? അതല്ല, ഈ ഒരു വിവാഹത്തിനെ തടയുക എന്നുള്ളതാണോ നിന്റെ ഉദ്ദേശമെന്ന് ബ്രൈഡിന്റെ ഫാദർ ചോദിക്കുകയാണ്. ദെൻ ഓർ ടു ഡാൻസ് അറ്റ് എ ബ്രൈഡൽ യങ് ലോക്കിൻവാർ, അതായത് ഡാൻസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഈ ഒരു വെഡിങ് ആഘോഷിക്കാനാണോ, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ചെറിയൊരു ഭീഷണിയുടെ സ്വരമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ. I long wooed your daughter, my suit you denied. Love swells like Solway, but ebbs like its tide. And now I am come with this lost love of mine, to let but one measure, drink one cup of wine. There are maidens in Scotland more lovely by far, that would gladly be bride to the young Lochinvar. അപ്പൊ അച്ഛൻ ചോദിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിനോട് ലോക്കിൻവാർ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനിൽ ചെറുതായിട്ട് ഒരു ഭീഷണിയുടെ സ്വരം രണ്ടുപേരും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ആൻഡ് അച്ഛൻ ചോദിച്ചു, ബ്രൈഡിന്റെ ഫാദർ ചോദിച്ചിട്ടുണ്ട്, നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നിട്ടുള്ളത്, അതല്ല ഈ ഒരു വെഡിങ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ടാണോ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചതിന് ലോക്കിൻവർ റിപ്ലൈ കൊടുക്കുകയാണ്. ആൻഡ് ഹി സെയ്ഡ്, I long wooed your daughter, my suit you denied. ലോക്കിൻവർ പറയാണ്, ഞാൻ ഒരിക്കൽ നിങ്ങളുടെ മകളെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ എലനെ ദീർഘകാലം ഞാൻ സ്നേഹിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ, അതായത് എലന്റെ ഈ ഒരു പിതാവ് വിവാഹത്തിന് സമ്മതിച്ചില്ല. മൈ സ്യൂട്ട് യു ഡിനൈഡ്. ആൻഡ് പിന്നീട് പറയാണ്, ആൻഡ് ലവ് സ്വെൽസ് ലൈക്ക് ദ സോൾവേ ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ്. സോൾവേ നദിയിലെ ജലം പോലെ വിസ്തൃതമാണ് എന്റെ പ്രണയം. അതായത് ലൈക്ക് ലവ് സ്വെൽസ് ലൈക്ക് ദ സോൾവേ റിവർ പോലെ, അല്ലെങ്കിൽ സോൾവേ തടാകം പോലെ എന്റെ ലവ് ഇങ്ങനെ സ്വെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് വളരെ വലുതാണ്, ദീർഘമുള്ളതാണ്. ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ്, പക്ഷേ അതിന് വേലിയിറക്കം സംഭവിച്ചു. എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ് എന്ന് പറഞ്ഞ് വേലിയിറക്കം സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് പറയുന്നത് ഇത്രയാണ്, ഞാൻ ഒരിക്കൽ നിങ്ങളുടെ മകളെ സ്നേഹിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ്. ടു ലെറ്റ് ബട്ട് വൺ മെഷർ ടു ഡ്രിങ്ക് വൺ കപ്പ് ഓഫ് വൈൻ. ഞാനിവിടെ വന്നിട്ടുള്ളത് വേറൊരു കാര്യത്തിനുമല്ല, ജസ്റ്റ് ഒരു കപ്പ് ഓഫ് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു കാര്യം കൂടി ലോക്കിൻവർ പറയുന്നുണ്ട്. ഈ ഒരു സ്കോട്ട്ലൻഡിൽ യങ് ലോക്കിൻവറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യങ് ലോക്കിൻവറിന് ബ്രൈഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെയ്ഡൻസ് ഉണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ ഗേൾസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, എനിക്ക് നിങ്ങളുടെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഈ ഒരു കപ്പ് ഓഫ് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. Then the bride kissed the goblet. The knight took it up. He quaffed of the wine and he threw down the cup. She looked down to blush and he looked up to sigh. With a smile on her lips and a tear in her eye, he took her soft hand ere her mother could bar. Now tread we measure, said young Lochinvar. അപ്പോൾ ലോക്കിൻവർ തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദ ബ്രൈഡ് കിസ്ഡ് ദ ഗോബ്ലെറ്റ്. ഗോബ്ലെറ്റ് എന്ന് പറഞ്ഞ പാനപാത്രം, അതായത് ഈ ഒരു വൈനൊക്കെ കുടിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്, ഒരു കപ്പാണ്. അപ്പോൾ എലൻ ഈ ഒരു പാനപാത്രത്തിൽ ഇങ്ങനെ ചുംബിക്കുകയാണ്, കിസ് ചെയ്യാണ്. വേഗം ആ ഒരു വൈൻ കുടിക്കുകയാണ്. ആൻഡ് നൈറ്റ് അടുത്ത പാനപാത്രം എടുക്കുന്നു. അതിനുശേഷം വേഗം വൈൻ കുടിച്ചിറക്കുകയാണ്. അതിനുശേഷം ആ ഒരു കപ്പ് വലിച്ചെറിയുന്നു. ആൻഡ് ഇതേ സമയത്ത് നമ്മളുടെ ഏലന്റെ മുഖത്ത് ഒരു ബ്ലഷിംഗ് കാണാം, ഒരു നാണത്തോടെ തല താഴ്ത്തുന്നു. അതിനുശേഷം തല ഉയർത്തുന്നത് ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയാണ്. അതിൽ സൂചിപ്പിക്കുന്നത് ദുഃഖമാവാം, പിരിഞ്ഞതിലുള്ള ദുഃഖമാണ്. വിത്ത് എ സ്മൈൽ ഓൺ ഹെർ ലിപ്സ് ആൻഡ് എ ടിയർ ഇൻ ഹെർ ഐ. ഇത് രണ്ടും കോൺട്രഡിക്ഷൻസ് ആണ്. അതായത് ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്, പക്ഷെ കണ്ണില് ഒരു കണ്ണുനീര് വന്നിരിപ്പുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് എന്താണ്, സന്തോഷമാണ് എന്ന്, അല്ലെങ്കിൽ സമാധാനമാണെന്ന് പുറമെ അഭിനയിക്കുന്നതാണ്. ശരിക്കും എലന് ഇപ്പോഴും ലോക്കിൻവാറിന് ഇഷ്ടം തന്നെയാണ്. ഇപ്പൊ ലോക്കിൻവാർ കയ്യിലെടുത്ത ആ ഒരു പാനപാത്രം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രൈഡ് കിസ് ചെയ്ത ഒരു ഗോബ്ലെറ്റ് ആണ്. അതിലിരിക്കുന്ന വൈൻ നമ്മളുടെ ലോക്കിൻവാർ കുടിച്ചു. അതിനുശേഷം ഒരു കപ്പ് വലിച്ചെറിയുന്നു. അതേസമയം നമ്മുടെ ലോക്കിൻവാറിന്റെ ലവറായിട്ടുള്ള എലന്റെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി കാണാം. പിന്നെ കണ്ണുകളിൽ ഒരു കണ്ണുനീരുമായിട്ട് നിലകൊള്ളുകയാണ്. ദെൻ അതിനുശേഷം ഇവർ ഡാൻസ് ചെയ്യാണ്. ഹി ടുക്ക് ഹെർ സോഫ്റ്റ് ഹാൻഡ്. അവളുടെ കൈകള് നമ്മളുടെ ലോക്കിൻവാർ എടുക്കുന്നു. അതിനുശേഷം അമ്മ വരുന്നതിന് മുൻപ് തന്നെ പറയാണ്, നൗ ട്രെഡ് വി മെഷർ എന്ന് പറയുന്നു. അതിനുശേഷം ഇവര് ഡാൻസ് ചെയ്യാണ് കേട്ടോ. സോ സ്റ്റേറ്റ്ലി ഹിസ് ഫോം ആൻഡ് സോ ലവ്ലി ഹെർ ഫേസ് ദാറ്റ് നെവർ എ ഹോൾസ് സച്ച് എ ഗാലിയ ഡിഡ് ഗ്രേസ്, while her mother did fret and her father did fume, and the bridegroom stood dangling his bonnet and plume, and the bride maidens whispered, 'Twere better by far to have masked our fair cousin with young Lochinvar. അപ്പോൾ അവർ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ ഒരു ഹോളിലുള്ള എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിളിനെ ഇവർ ഇതിനു മുൻപേ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ആൻഡ് ആ ഒരു ഹാളിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു നൃത്തം അല്ലെങ്കിൽ ഒരു കപ്പിൾ ഡാൻസ് ആരും കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഹെലന്റെ അമ്മ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ വേറെ ആരും തടയുന്നതിന് മുൻപ് തന്നെ ഇവർ ഡാൻസ് ചെയ്യാണ്. ആൻഡ് ഫ്രെറ്റ്, മദർ ഡിഡ് ഫ്രെറ്റ്. ഫ്രെറ്റ് എന്ന് പറയുന്നത് ബിക്കം നെർവസ് ആണ്. അപ്പൊ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ അസ്വസ്ഥത തോന്നി. ആൻഡ് ഹെർ ഫാദർ ഡിഡ് ഫ്യൂം. ഫ്യൂം എന്ന് പറയുന്നത് ആംഗ്രി ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും അതുപോലെ അച്ഛന് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള മെയ്ഡൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം,
ഇതുവരെ ഈ ഒരു കപ്പിളിനെ മാച്ച് ചെയ്യാനായിട്ട് വേറൊരു കപ്പിളും ഇല്ല. അതുപോലെ ഈ ഒരു ബ്രൈഡായിട്ടുള്ള എലന് ചേരുന്ന വേറൊരാളും ഇല്ല യങ് ലോക്കിൻവാർ അല്ലാതെ എന്ന് പറയാണ്. One touch to her hand and one word in her ear when they reached the hall door and the charger stood near. So light to the croup, the fair lady he swung. So light to the saddle, before her he sprung. She is gone, we are gone, over the bank, bush and scar. They will have fleet steeds that follow, quoth young ലോക്കിൻവാർ. പിന്നീട് ലോക്കിൻവാർ എലന്റെ കാതുകളിൽ എന്തോ ഒരു കാര്യം പറയാണ്. അതിനുശേഷം വൺ ടച്ച് ടു ഹെർ ഹാൻഡ്, കൈകളിലൊന്ന് സ്പർശിക്കുന്നു. അതുപോലെ കാതുകളിൽ എന്തോ പറയുന്നുണ്ട്. ആൻഡ് വൺ വേർഡ് ഇൻ ഹെർ ഇയർ വെൻ ദേ റീച്ച്ഡ് ദ ഹാൾ ഡോർ. അപ്പൊ അത്രയും സമയം കൊണ്ട് തന്നെ ഇവര് ഡോറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ കുതിര പുറത്തേക്ക് കയറാനായിട്ട് ആ ഒരു സ്റ്റീഡ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ലൈറ്റ് ടു ദ ക്രൂപ്പ് ദ ഫെയർ ലേഡി ഹിസ്. വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ നിഷ്പ്രയാസം ആ ഒരു ലേഡീനെ എലനെ കുതിരപ്പുറത്ത് കയറ്റി. അതിനുശേഷം സോ ലൈറ്റ് ദ സാഡിൽ ബിഫോർ ഹെർ ഹി സ്പ്രങ്. ഷീ ഈസ് ഗോൺ, വി ആർ ഗോൺ, ഓവർ ബാങ്ക്, ബുഷ് ആൻഡ് സ്കർ. അതിനുശേഷം പറയാണ് നമ്മൾ ജയിച്ചു, അതുപോലെ അവള് വിജയിച്ചിരിക്കുകയാണ്, നമ്മൾ പോവാണ്. ദേ വിൽ ഹാവ് ഫ്ലീറ്റ് സ്റ്റീഡ്സ് ദാറ്റ് ഫോളോ. അതിനുശേഷം പറയാണ് എന്താണ് ഇതിന്റെ പുറകെ വേറെ സ്റ്റീഡ്സ് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്തായാലും ലോക്കിൻവാറും ബ്രൈഡായിട്ടുള്ള എലനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. There was mounting among greens of the Netherby Hall, Fosters, Fenwicks, Musgraves, they rode and they ran. There was racing and chasing on the Canopy Lee, but the lost bride of Netherby never did they see. So daring in love and so dauntless in war, have ye ever heard of gallants like young ലോക്കിൻവാർ? അപ്പോൾ പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എലന്റെ വീട്ടിലുള്ളവരും കസിൻസും കിൻസ്മെൻ എല്ലാം ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും ഇവരെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇനി പ്രണയത്തിന് വളരെ വിശ്വസ്തനും വളരെ ധൈര്യശാലിയും അതുപോലെ യുദ്ധത്തിൽ പേടിയില്ലാത്തവനുമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ലോക്കിൻവാറിനെ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലോക്കിൻവാറിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിവേ ഇവർ രണ്ടുപേരും ഓടിപ്പോയി അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഈ ഒരു എലന്റെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ ഒന്നും എലനെ ഇനി കണ്ടുകിട്ടുകയില്ല. അപ്പൊ അവരുടെ ലവില് സക്സസ് ആയി. സോ ഇങ്ങനെയാണ് ഈ ഒരു പോം അവസാനിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. അപ്പൊ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലോക്കിൻവാർ എങ്ങനെയാണ് വെസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്, ഇനി വരുന്ന സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ എസ്ക് റിവറിനെ അദ്ദേഹം കടന്നു വന്നു, ബ്രൈഡ് ഗ്രൂമിനെ എങ്ങനെയാണ് ലഗാർഡ് ഇൻ ലവ്, അതുപോലെ കവേർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി ലോക്കിൻവാറിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ഇനി ലോക്കിൻവാറും എലന്റെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എബ് ആൻഡ് ഫ്ലോ ഓഫ് റൊമാൻസ് ബിറ്റ്വീൻ ലോക്കിൻവാർ ആൻഡ് എലൻ എന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഹൗ ഡസ് വാൾട്ടർ സ്കോട്ട് സ്കെച്ച് ദ ഹീറോയിക് ആക്ട് ഓഫ് ലോക്കിൻവാർ. അപ്പോൾ ലോക്കിൻവാറിന്റെ ഒരു ഹീറോയിക് ആക്ടിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പ്ലീസ് റീഡ് ദ പോം വൺസ് അഗെയിൻ ആൻഡ് താങ്ക് യു.